ഉമ്മീസിൻ്റെ അലോവേര ഷാമ്പു ഉണ്ടാക്കാൻ പോവാട്ടോ. അതിനു മുമ്പായിട്ട് ഷാമ്പു ഉണ്ടാക്കിയിട്ട് ഈ പഹയനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നല്ല രീതിയിൽ പത വരുന്നുണ്ട്. നമ്മൾ അലോവേര ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഷാമ്പൂവിനും അതുപോലെ തന്നെ ഹെയർ ഓയിലിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അലോവേര, തുളസി, ശിക്കാക, റീത്ത, ഭൃംഗരാജ, അതുപോലെ തന്നെ ഒരുപാട് നെല്ലിക്ക, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാദ്യം കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഉണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആക്കേണ്ടതായിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അതിനുശേഷം ഒരല്പം പോലും വെള്ളം തട്ടാതെ നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുക്കുകയാണ്. ചതച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാച്ചിക്കുറുക്കി എടുത്തതിന് ശേഷമാണ് ഷാമ്പൂവിൻ്റെ ആദ്യ ഘട്ടം കഴിയുന്നത്. അലോവേരയുടെ ഒക്കെ ആ ഒരു പൾപ്പ് കണ്ടോ, നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ ഒന്ന് വേറെ